ഹലോ ഹാപ്പി ന്യൂ ഇയർ. കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, ബോർഡർ ചിക്കൻ എല്ലാം ഉൾപ്പെടുത്തി ഒരു വൺ ഡേ ട്രിപ്പ് പോയാലോ? അമ്മയ്ക്ക് ട്രീറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞ പിള്ളേരുടെ വെക്കേഷൻ കളയാൻ പറ്റില്ലല്ലോ. ആ വണ്ടി തട്ടാത്തത് എന്റെ ഭാഗ്യം കേട്ടോ. തെന്മലയിലേക്കാണ് യാത്ര. വഴിയോരക്കടയുടെ ഫ്രണ്ടിലൂടെയാണ് പോകുന്നതെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഇവിടെ നിന്ന് കഴിക്കാതെ പോകാറില്ല. അതുകൊണ്ട് 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് എന്ന് തീരുമാനിച്ചിരുന്നു. ഞാൻ തട്ടിയത് പുട്ടും താറാവും അപ്പാസുമാണ്. നോൺ വെജ് കഴിച്ചത് കൊണ്ടും ഫ്രഷ് അല്ലാത്തത് കൊണ്ടും അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചില്ല. ഇത് കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. കൗതുകമുള്ള കാഴ്ച മീനൂട്ടാണ്. മാതങ്കി അതിനുവേണ്ടി ബഹളം വയ്ക്കുന്നത് കണ്ടില്ലേ? കാണാൻ അതിസുന്ദരമായ ഒരു അമ്പലമാണ്, നല്ല പരിസരവുമാണ്. തെന്മലയിലേക്ക് പോകുന്ന പോക്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ഥലവും. ക്ഷേത്രത്തെ ചുറ്റി കിഴക്കൻ മലനിരകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു ഭാഗത്തു കൂടിയാണ് കല്ലടയാർ ഒഴുകുന്നത്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 5 ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തേത് എന്ന് കരുതപ്പെടുന്നത് ഇവിടമാണ്. ശ്രീധർമ്മശാസ്താവിനെ ബാലകന്റെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്ന്. ക്ഷേത്രത്തോട് ചേർന്നുള്ള സർപ്പക്കാവ് സംരക്ഷിത കാവുകളാണ്. കുളത്തൂപ്പുഴയാറ്റിലെ ക്ഷേത്രക്കടവിലുള്ള മത്സ്യങ്ങൾ തിരുമക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. വിട്ടുമാറാത്ത രോഗങ്ങൾ അകലുവാനായി ഈ മീനുകൾക്ക് ഊട്ട് നൽകുന്ന ഒരു പതിവുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് ചെയ്തു. പ്രത്യേകിച്ചും ത്വക്ക് രോഗങ്ങൾ അകലുവാനായാണ് ഇവിടുത്തെ മീനൂട്ട് പ്രസിദ്ധമായിരിക്കുന്നത്. പണ്ട് രാസക്രീഡയിലൂടെ വശീകരിക്കാൻ ശ്രമിച്ച ഒരു ജലകന്യകയെ ശാസ്താവ് മത്സ്യരൂപത്തിൽ കിടന്നുകൊള്ളാൻ അനുവദിച്ചതായിട്ടാണ് ഐതിഹ്യം. പടവുകൾ ഇറങ്ങി നമ്മൾ തൊട്ടടുത്ത് നിന്ന് കണ്ടു. പക്ഷേ അതിനേക്കാൾ ഭംഗിയാണ് പാലത്തിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച. ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാര് ഈ അമ്പലത്തിലും തൊഴാറുണ്ട്. ഇവിടെ വന്ന് ആചാരങ്ങളുടെ ഭാഗമാകാറുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ കണ്ടിരുന്നു. ഞങ്ങൾ പോയതുപോലെ സ്റ്റെപ്പ് ഇറങ്ങി മക്കളെയും കൊണ്ട് കഷ്ടപ്പെട്ട് താഴേക്ക് പോകേണ്ടതില്ല. ഏറ്റവും നന്നായി കാണാൻ കഴിയുന്നതും മത്സ്യങ്ങൾക്ക് ഭക്ഷണം എറിഞ്ഞു കൊടുക്കാൻ കഴിയുന്നതും പാലത്തിന്റെ മുകളിൽ നിന്നാണ്. മീനൂട്ടിന്റെ തട്ടിൽ അധികമുള്ളത് മലരാണ്. സൈഡിൽ നിന്നും മീനിന് ഭക്ഷണം എറിഞ്ഞു കൊടുക്കുമ്പോൾ കാറ്റുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി അത് വെള്ളത്തിലേക്ക് വീടില്ല. മീനിന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. പക്ഷെ പാലത്തിന്റെ മുകളിൽ നിന്നാകുമ്പോൾ മീന് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് നേരിട്ട് തന്നെ കാണാം. ഇവിടെ പൊരിക്ക് അടിയാണ്. കുറച്ച് പലഹാരങ്ങൾ വാങ്ങി തെന്മല എക്കോ റിസോർട്ടിലേക്കാണ് യാത്ര. പോകുന്ന വഴിക്ക് ഇതുപോലെ നൊങ്ക് കഴിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അക്കാനിയും നൊങ്കും ഒരുമിച്ച് കഴിച്ചാലാണ് അത്ര രുചി. നമുക്ക് ആ രുചി വേണ്ടേ? വെറും നൊങ്ക് മാത്രം കഴിച്ചു. പോകുന്ന വഴിക്ക് ഒരു ചെറിയ പ്ലാൻ ചേഞ്ച് വന്നു. ഇവിടുത്തെ അതിപ്രശസ്തമായ ബോർഡർ ചിക്കൻ കഴിച്ചിട്ട് റിസോർട്ടിലേക്ക് പോകാമെന്നായി. എന്താ തിരക്കെന്നറിയോ? ഒരുപാട് നിന്നതിന് ശേഷമാണ് നമുക്ക് ഇരിക്കാൻ ഒരു ഇടം കിട്ടിയത്. റഹ്മത്ത് ചിക്കൻ എന്നും പറയാറുണ്ട് കേട്ടോ. വൃത്തി ഒരു പ്രശ്നമാണ്. കൈകൊണ്ടാണ് ഇവിടുത്തെ വിളമ്പലുകൾ ഞാൻ കണ്ടത്. കേരള തമിഴ്നാട് ബോർഡറിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ബോർഡർ ചിക്കൻ എന്ന് പറയുന്നത്. കോയിൻ പൊറോട്ട വൻ ടേസ്റ്റിയാണ്. കൂടെ നമ്മൾ കഴിച്ചത് കാടയാണ്. പിച്ചിപ്പോട്ട കോഴിയും കോയിൻ പൊറോട്ടയും. അതാണ് ഇവിടുത്തെ ഫേമസ് ഐറ്റം. അയ്യോ ചേട്ടാ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കല്ലേ എന്ന് പറയാൻ തോന്നി. കോയിൻ പൊറോട്ട ടേസ്റ്റി ആകുന്നത് ക്രിസ്പി ആയതുകൊണ്ടാണ്. രാവിലെ 11 മണിക്ക് ആരംഭിച്ചാൽ രാത്രി വരെ വൻ തിരക്കാണ്. ബോർഡർ ചിക്കനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഓംലെറ്റ് ആണ്. ചിക്കന്റെ ഗ്രേവിയൊക്കെ ആഡ് ചെയ്ത് കലക്കി എന്നുള്ള തരത്തിലൊരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ് ഓംലെറ്റിനുള്ളത്. ബിരിയാണി ചെമ്പിന്റെ ആഴം കണ്ടോ? അത്രയും ബൾക്കായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരാള് വീണാൽ ചിലപ്പോൾ ചത്തുപോകും അല്ലേ? തുറക്കുമ്പോഴേ നല്ല മണമാണേ. ബിരിയാണിയാണ് ഇവിടുത്തെ ഫാസ്റ്റ് മൂവിങ് ഐറ്റം. പക്ഷെ നമ്മൾ വാങ്ങിയത് കോയിൻ പൊറോട്ടയാണ്. കുഞ്ഞുങ്ങൾക്കും പൊറോട്ടയാണ് ഇഷ്ടം. അപ്പോൾ ഫേമസ് ബോർഡർ ചിക്കൻ, തെങ്കാശി ബോർഡർ ചിക്കൻ കഴിച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് റിസോർട്ടിലെത്തിയത്. നല്ല പഴംപൊരിയായിരുന്നു, അത് മിസ്സാക്കല്ലേ. റിസോർട്ടിന്റെ രാത്രികാല കാഴ്ചകളാണ് അതിമനോഹരം. കുഞ്ഞുങ്ങളാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത്, മുതിർന്നവരല്ല. റിസോർട്ടിന്റെ പുറത്തെ വ്യൂ കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റിസോർട്ട് ഉണ്ടോ എന്നൊരു അതിശയം നമുക്ക് തോന്നും. ഉള്ളിലേക്ക് പോകുമ്പോഴാണ് അതിന്റെ ഒരു എസ്തെറ്റിക്സ് നമുക്ക് മനസ്സിലാവുന്നത്. കൺസ്ട്രക്ഷൻസ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു പക്ഷെ നമുക്ക് കിട്ടിയത്. റിസോർട്ടിൽ സ്റ്റേ ചെയ്യുമ്പോൾ ഉള്ള മെയിൻ ഉദ്ദേശമേ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സ്വിമ്മിംഗ് പൂളാണ്. അടുത്ത ഒരാഴ്ച സൈഡാകും കേട്ടോ, മാതങ്കി പ്രത്യേകിച്ചു. മുങ്ങിപ്പൊങ്ങാനാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഈ മുങ്ങിപ്പൊങ്ങലാണ് മാതങ്കിയുടെ അസുഖത്തിന് കാരണം. ശ്വാസം മുട്ടലുള്ള കുഞ്ഞാണ്. അപ്പോൾ വെള്ളം ലങ്സിലേക്ക് കയറുമ്പോൾ ഉറപ്പായിട്ടും അടുത്ത ഒരാഴ്ച ചുമയും ശ്വാസം മുട്ടലും ഒക്കെ ആയിരിക്കും. റിസോർട്ടിന്റെ രാത്രികാല കാഴ്ചകളാണ് കൂടുതൽ ഭംഗിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. കുഞ്ഞുങ്ങൾക്കൊരു പ്ലേ ഏരിയയൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് മണിക്കൂറുകൾ അവർ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾക്കൊരു ഊഞ്ഞാലുള്ളത് കൊണ്ട് അതിലിങ്ങനെ റെസ്റ്റ് എടുത്തു. കുറച്ചു ദൂരം ഇതുപോലെ നടന്നാണ് ഭക്ഷണം കഴിക്കേണ്ട സ്ഥലത്ത് എത്തേണ്ടത്. ഓപ്പൺ ഏരിയയിലായിരുന്നു ഞങ്ങളുടെ ഡിന്നറും. വെയിലത്ത് അപ്പയും മോളും സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് കളിച്ചിട്ട് റൂമിലേക്ക് വന്നപ്പോൾ എൻ്റെ കുഞ്ഞിനെ കാണേണ്ടതായിരുന്നു. സൺ ടാനൊക്കെ അടിച്ച് ആകെ നാശകോശമായി. ഈ വെയിലത്ത് എങ്ങനെ കളിക്കുന്നോ ദൈവമേ. ഞാനും മാതങ്കിയും റിസ്ക് എടുക്കാൻ നിന്നില്ല. ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വന്നതല്ലേ. നിങ്ങൾ എവിടെയെങ്കിലും ട്രിപ്പ് പോയോ? എങ്ങനെ പോയി ക്രിസ്മസ് വെക്കേഷൻ? കമന്റ് ചെയ്യണേ.